ഞങ്ങളുടെ ബേസ് വോട്ട്, ഒപ്പം ഞങ്ങളോടൊപ്പം നിന്ന വോട്ട്, അതിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള പ്രകടനമാണ് LDF നടത്തിയത്. എന്നാൽ ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇത് പോരാ. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഡോക്ടർ സരീൻ ഞാൻ വിളിച്ചിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 3-ാം സ്ഥാനത്തായിരിക്കില്ല, എന്നാൽ 2-ാം സ്ഥാനത്തെത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ 3-ാം സ്ഥാനത്തേക്കുള്ള LDFൻ്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത്, ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല. ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ തലേ ദിവസം, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിൻ ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന്, അവഹേളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സരിൻ്റെ വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ്. സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി സരിൻ മാറും. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. നമസ്കാരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഡോക്ടർ പി സരിനെ കൈവിടാതെ AK ബാലൻ. അതായത് AK ബാലനെ തമാശ രൂപേണ എതിർ രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ പറയുന്നത് AK ബാലൻ പിണറായി കമ്പനിയിലെ ഒരു സ്റ്റാഫ് ആണ് എന്നാണ്. ഏതായാലും സരിൻ്റെ തോൽവിയെ സാധൂകരിക്കുന്ന ബാലൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇത് ഒരു രാഷ്ട്രീയമായ തിരിച്ചടിയാണ് എന്നാണ് ബാലൻ്റെ വാദം. അതായത് UDFൻ്റെ വർഗീയ പ്രീണനമാണ് ഇത്തവണ അവർക്ക് പാലക്കാട് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് എന്നാണ് ബാലൻ്റെ വാദം. പിന്നെ രണ്ടാമത് അദ്ദേഹം പെട്ടെന്ന് പാലക്കരയിൽ നിന്ന് ചേലക്കരയിലേക്ക് പോയി ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് വെറും 4-5 മാസങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ മാത്രമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണന് ചേലക്കരയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ വോട്ട് കിട്ടിയില്ലേ പ്രദീപിന് എന്നൊക്കെയാണ് അദ്ദേഹം നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സരിനെ തങ്ങൾ ചേർത്ത് നിർത്തും എന്നും സരിനെ പാർട്ടിയിലും പാർലമെന്റ് തലത്തിലും പാർട്ടിയിലും ഒരു തിളങ്ങുന്ന നക്ഷത്രമാക്കാൻ പാർട്ടി തീരുമാനിച്ചു എന്നും പാലക്കാട്ടത്തെ വലിയ നേതാവായ ബാലൻ പറയുന്നു. അതായത് പാർലമെന്റ് രംഗത്തും പാർട്ടിക്കകത്തും സരിനെ വളർത്തുമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഇതേപോലെ ഈ അടുത്ത കാലങ്ങളിൽ തന്നെ ഏതാണ്ടൊരു 10 വർഷത്തിന് മുമ്പോ മറ്റോ ആണെങ്കിലും ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ ഇത്തരത്തിൽ പാർട്ടി CPMലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നിട്ട് ചെറിയാൻ ഫിലിപ്പിനെ മത്സരിപ്പിച്ചിരുന്നു, പാർലമെന്റ് രംഗത്ത് ഇറക്കാൻ നോക്കിയിരുന്നു. അന്ന് ചെറിയാൻ ഫിലിപ്പിനെ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തിരിച്ചു വീണ്ടും കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ CPMനെതിരെ തെറി വിളിച്ച് നടക്കുകയാണ് ഈ പറയുന്ന ചെറിയാൻ ഫിലിപ്പ്. ഏതായാലും അനിൽകുമാറിനെ ഇപ്പോൾ KP അനിൽകുമാറിനെ കൊണ്ടുവന്നിരുന്നു. അനിൽകുമാർ ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്ന ഒരു പാർട്ടി അദ്ദേഹത്തിന് പാർലമെന്റ് തലത്തിൽ അല്ലെങ്കിലും അദ്ദേഹത്തിന് ചില ഔദ്യോഗിക പദവികൾ ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ CPMന് പണ്ട് മുതൽ ഉള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ CPMന് പണ്ട് മുതലുള്ള ഒരു തന്ത്രമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവരെ തങ്ങളിലേക്ക് കൊണ്ടുവന്ന് അവർ നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അവർക്ക് പുതിയതായി CPMലേക്ക് വരുമ്പോൾ വേണ്ട സ്ഥാനമാനങ്ങൾ നൽകി അവരെ കൂടെ നിർത്തുക എന്നുള്ളത്. അത്തരത്തിൽ ഒരുപാട് പേരെ CPM കൂടെ നിർത്തിയിട്ടുണ്ട്. അവരിൽ പലരും ഇന്നും CPMന്റെ സഹയാത്രികരായി കൂടെ ഉണ്ട് താനും. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM പാലക്കാട്
സരിനെ സ്ഥാനാർത്ഥി ആക്കിയത് മുതൽ സരിൻ പറയുന്നതൊന്ന് പാർട്ടി പറയുന്നത് മറ്റൊന്ന്, അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനത്തിൽ ഉടനീളം സരിൻ്റെ വാക്കുകളായിരുന്നില്ല പാർട്ടിയുടേതായിട്ടുണ്ടായിരുന്നത്. ഏതായാലും എ കെ ബാലൻ AKG സെന്ററിന് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ സരിൻ പറഞ്ഞിരുന്നു താൻ ഇനി മത്സരരംഗത്തേക്ക് ഉണ്ടാകില്ല, പാർലമെന്ററിയിലേക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് സരിൻ പറയുന്നു. അതിന് തൊട്ടടുത്ത നിമിഷത എ കെ ബാലൻ്റെ പ്രസ്താവന വരുന്നു, സരിനെ ഞങ്ങൾ പാർട്ടിക്കകത്ത് ഒരു തിളങ്ങുന്ന നക്ഷത്രമാകും, അദ്ദേഹത്തിന് ഇനിയും ഞങ്ങൾ മത്സരത്തിന് ഇറക്കും, അദ്ദേഹത്തിന് ഔദ്യോഗികമായ സ്ഥാനമാനങ്ങൾ നൽകും എന്നത്. അപ്പോൾ ഇത്തരത്തിൽ സരിൻ പാർട്ടിയുമായി ഇനിയും ഇഴുകി ചേർന്നിട്ടില്ല, CPM എന്ന പ്രസ്ഥാനവുമായി സരിൻ ഇഴുകി ചേർന്നിട്ടില്ല എന്നത് തന്നെയാണ് ഈ വാക്കുകളിൽ അദ്ദേഹത്തിൻ്റെ വാക്കും പാർട്ടിയുടെ വാക്കും രണ്ടും രണ്ടാകുന്നത്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉടനീളം കണ്ടതാണ്. ഇത്തരത്തിൽ സരിനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റി എന്നൊക്കെ CPM പറയുമ്പോഴും അവരുടെ ഘടകകക്ഷിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ഒരാഴ്ച കൊണ്ടൊന്നും ആർക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയില്ല എന്നൊക്കെയാണ്. ഏതായാലും പതിവ് പോലെ കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന ഇത്തരം പൊട്ടിത്തെറികളിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക, അതിലൂടെ കോൺഗ്രസിൻ്റെ വോട്ട് കൂടെ തങ്ങൾക്ക് കിട്ടുന്നതാക്കുക എന്നുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് ബുദ്ധി ഇത്തവണ എ കെ ബാലനും പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM ആകെ എടുത്ത ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധി പാലക്കാട് വിലപ്പോയില്ല എന്ന് തന്നെ വരും. ഏതായാലും പി സരിൻ എന്ന ആളിനെ ശരിക്കും തിരിച്ചറിയാൻ പോലും കഴിയാതിരുന്ന അവസ്ഥയിൽ ആണ് തന്നെ CPMലെ പാലക്കാട്ടത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പാലക്കാട് തന്നെ കൂടെ നിർത്തിയതെന്ന് സരിൻ ഒരു വേള പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് രാഹുലിന് കിട്ടിയ ഇരട്ടി ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഉണ്ടായത് ഏതെല്ലാം വിവാദങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് നമുക്ക് നോക്കുമ്പോൾ പെട്ടി വിവാദം, അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ തൊട്ട് അടുത്ത ദിവസം സിറാജ് ദിനപത്രത്തിൽ വന്ന പത്രപരസ്യം, പിന്നെ മുഖ്യമന്ത്രിയുടെ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനം, ഇങ്ങനെ ഇത്തരത്തിൽ ഒരു നിരന്തരമായ കുറേ അതിബുദ്ധി CPM പാലക്കാട് കാണിച്ചുവോ എന്ന് നാം സംശയിക്കേണ്ടി വരും. കോൺഗ്രസിൻ്റെ വോട്ട് എന്ന് പറയുന്നത് SDPIയുടെ കോൺഗ്രസിന് കിട്ടിയ, അതായത് രാഹുലിന് കിട്ടിയ 18,000 വോട്ടിൽ 6,000 വോട്ട് വരെ ലീഡ് SDPIയുടെ വോട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പി സരിൻ പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും BJPയെ വളരെ അധികം കോൺഗ്രസ് പേടിച്ച്, അതായത് BJPയെ പേടിപ്പിച്ച് SDPIയുടെ വോട്ടുകൾ SDPIയിൽ നിന്ന് കോൺഗ്രസ് പാലക്കാട് വാങ്ങിയെടുത്തു എന്നാണ് ഇപ്പോൾ സരിൻ്റെ വാദം. ഏതായാലും SDPIയെ ഇനി ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി കൂടെ ആക്കേണ്ടതിൻ്റെ കുറവ് മാത്രമേ ഇനി ഉള്ളൂ എന്ന് സരിൻ പറയുന്നു. ഏതായാലും സരിനും എ കെ ബാലനും പറയുന്നുണ്ട്. ഏതായാലും തോൽവി തന്നെയാണ്. തോൽവിയെ എന്തൊക്കെ വാദങ്ങൾ നിരത്തി പറഞ്ഞിരുന്നാലും എ കെ ബാലനും സരിനും പറഞ്ഞിരുന്നാലും പാലക്കാട് ഇതുവരെ കോൺഗ്രസിന് കിട്ടിയ ലീഡ് നിലയിൽ അല്ലെങ്കിൽ മറ്റേത് സ്ഥാനാർത്ഥിക്കും കിട്ടിയ ലീഡ് നില വെച്ച് നോക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ ലീഡ് നില വളരെ വലുത് തന്നെയാണ്. ഏതായാലും പി സരിനെ പാർലമെന്റ് തലത്തിലും അല്ലാതെയും തങ്ങൾ ഇനിയും ഉയർത്തി നിർത്തും, കൂടെ ചേർത്ത് നിർത്തും എന്ന് എ കെ ബാലൻ എന്ന പാലക്കാട്ടത്തെ ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ, പി സരിൻ എന്ന കോൺഗ്രസ് വിട്ട് CPMലേക്ക് വന്ന ഒരു IAS പദവിയിലും ഡോക്ടറും ഒക്കെ ആയിരുന്ന വ്യക്തിക്ക്, പി സരിനെ തീർച്ചയായിട്ടും ആശ്വസിക്കാം. തന്നെ CPM എന്ന് പറയുന്ന ഒരു വർഗ ബഹുജന സംഘടന, ഒരു വലിയ സംഘടന CPM എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ കൂടെ നിർത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ആശ്വസിക്കാൻ ഒരു വകയുള്ളതാണ്. ഏതായാലും സരിനെ മുൻനിർത്തി ഇനി കോൺഗ്രസിനെതിരെ എന്തൊക്കെ പടയൊരുക്കമാണ് ഇനി CPM രാഷ്ട്രീയ കേരളത്തിൽ നടത്താൻ പോകുന്നത്, സരിന് എന്തൊക്കെ രഹസ്യങ്ങളാണ് ഇനി കോൺഗ്രസിലെ അദ്ദേഹത്തിന് അറിയാവുന്ന രഹസ്യങ്ങൾ പുറത്തുവിടാൻ പോകുന്നത് എന്ന് രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ കേൾക്കാനായി കാത്തിരിക്കുന്നുണ്ട്. തോൽവി തന്നെയാണ്. അതിനി എന്തൊക്കെ സാധൂകരണം എ കെ ബാലനും തോറ്റ സ്ഥാനാർത്ഥിയും നിരത്തിയാലും അതിൻ്റെ കാരണങ്ങൾ ഇനി അതിനുള്ള തോൽവിയുടെ കാരണങ്ങൾ എന്തൊക്കെ നിരത്തിയിരുന്നാലും തോൽവി തന്നെയാണ് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.